നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് ആശ്വാസം. കഴിഞ്ഞ ദിവസം 400 രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇന്നത്തെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും വലിയ തോതിലുള്ള ഇടിവുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് 50,800 രൂപയായിരുന്നു. കൂടിയ നിരക്ക് ഇന്നലെ രേഖപ്പെടുത്തിയ 53,680 രൂപയാണ്. അമേരിക്കൻ ഫെഡ് റിസർവ് ചെയർമാൻ നാളെ നടത്തുന്ന പ്രതികരണം സ്വർണ്ണവിലയിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. അടുത്ത മാസം സ്വർണ്ണവില കൂടുമെന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട്. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് കേരളത്തിൽ 53,440 രൂപയാണ് വില വരുന്നത്. 240 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 6,680 രൂപയിലെത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 5,530 രൂപയാണ്. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $2,512 വരെ കയറിയെങ്കിലും $2,501 ഇപ്പോൾ നിൽക്കുന്നത്. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സ്വർണ്ണവില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം പലിശ നിരക്കുമായി ബന്ധപ്പെട്ട ആശങ്കയാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് അടുത്ത മാസത്തെ യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിവരം. എത്ര ശതമാനം കുറയ്ക്കുമെന്ന് വ്യക്തമല്ല. പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുമെന്ന് കണ്ട് കൂടുതൽ പേർ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇതാണ് സ്വർണ്ണവില കൂടാൻ കാരണമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ എത്ര രൂപ നൽകേണ്ടി വരുമെന്ന് നോക്കാം. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി, നികുതി, ഹോൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം. ശരാശരി 5% പണിക്കൂലി വരുന്നത്, 3% GSTയും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 57,000 രൂപ നൽകേണ്ടി വരും. സാമ്പത്തിക മാന്ദ്യഭീതി അമേരിക്ക നേരിടുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ട്. നാളെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ചെയർമാൻ നടത്താനിരിക്കുന്ന പ്രസ്താവനയെ ആശ്രയിച്ചാകും സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിക്കുക. മാത്രമല്ല, ഡോളർ നേരിയ തോതിൽ മുന്നേറ്റ സാധ്യത കാണിക്കുന്നുണ്ട്. 101 മുകളിൽ സൂചിക എത്തിയിരിക്കുകയാണ്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം 83.94 എന്നതും എടുത്തു പറയണം. സ്വർണത്തിന് വില കുറയുന്ന വേളയിൽ ഉപഭോക്താക്കൾ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത്. കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങാനുള്ള വഴിയാണിത്. വാങ്ങുന്ന സമയത്തും ബുക്ക് ചെയ്യുന്ന സമയത്തുമുള്ള കുറഞ്ഞ വില ഏതാണോ ആ വിലയ്ക്ക് സ്വർണം ലഭിക്കും. ഒരു പക്ഷേ പണിക്കൂലിയിലും കുറവുണ്ടായേക്കാം. ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ജ്വല്ലറി ഉടമകളുമായി വിശദമായി സംസാരിച്ച് കാര്യങ്ങളിൽ ധാരണയുണ്ടാക്കുകയും ബില്ല് സൂക്ഷിക്കുകയും വേണം.